കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പോലെ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം തന്നെയാണ് ഇന്നത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച സംയുക്താക്രമണം 51 ദിവസം പിന്നിടുകയാണ്. താൽക്കാലിക വെടിനിർത്തലിന്റെ സമയം ബുധനാഴ്ച വരെയാണ്. വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോകാനുള്ള തീരുമാനമെങ്കിലും ഉണ്ടാകണം എന്നതാണ് ലോകം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അതിന് എന്താണ് വേണ്ടത്? ചർച്ചകൾ നടക്കണം. എല്ലാ കണ്ണുകളും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കാണ്. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ എത്തും എന്നത് ട്രംപ് അറിയിച്ചുവെങ്കിലും ട്രംപിന്റെ ഭീഷണിയും വെടിനിർത്തലിനിടയിലും ഇറാൻ കപ്പൽ ആക്രമിച്ച നടപടിയും ചർച്ചയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നു. ചർച്ചകൾക്കില്ല എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. വലിയ ആശങ്കയുയർത്തുന്ന സാഹചര്യമാണ് ഇതോടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇറാൻ കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ വെടിയുതിർത്തത് വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യൽ വന്ന പോസ്റ്റിൽ ഇറാനുമായുള്ള ചർച്ചകൾക്കായി US പ്രതിനിധികൾ നാളെ വൈകുന്നേരത്തോടെ, അതായത് ഇന്ന് വൈകുന്നേരത്തോടെ ഇസ്ലാമാബാദിൽ എത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അപ്പോൾ ചർച്ചകൾ നടക്കും എന്നതിന്റെ ഒരു സൂചന ട്രംപ് മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ അതേ പോസ്റ്റിൽ തന്നെ പിന്നീട് ഭീഷണിയുടെ സ്വരമായിരുന്നു ട്രംപിന്. തങ്ങൾ വളരെ ന്യായമായ ഒരു കരാറാണ് മുന്നോട്ട് വെക്കുന്നത്, ഇറാൻ അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളെയും എല്ലാ പാലങ്ങളെയും തകർക്കാൻ പോവുകയാണ് എന്നതാണ് ട്രംപ് പറഞ്ഞത്. അവർ വേഗത്തിൽ താഴെ വീഴും, എളുപ്പത്തിൽ താഴെ വീഴും അവർ കരാർ സ്വീകരിച്ചില്ലെങ്കിൽ എന്ന് ട്രംപ് പറയുന്നു. കഴിഞ്ഞ 47 വർഷമായി മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാർ ഇറാനോട് ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാൻ തനിക്ക് അനുമതി ലഭിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്നതാണ് ഭീഷണിയുടെ സ്വരത്തിൽ ട്രംപ് പറഞ്ഞത്. ഇറാൻ എന്ന കൊല്ലുന്ന യന്ത്രത്തെ അവസാനിപ്പിക്കേണ്ട സമയമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ആ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഒരു ചർച്ചയുടെ സാഹചര്യവും സാധ്യതകളും മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ വലിയ ഭീഷണിയുടെ സ്വരമാണ് ട്രംപ് ഇന്നലെ ആ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത്. എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ സംഘം എത്തുന്നത്. കഴിഞ്ഞ ചർച്ച എവിടെയും എത്താതെ പിരിഞ്ഞ സാഹചര്യം നമുക്കറിയാം. ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. വാഷിംഗ്ടൺ തുടർച്ചയായി നിലപാടുകൾ മാറ്റുകയാണെന്നും നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല എന്നും ഈ ട്രൂത്ത് സോഷ്യലിലെ ട്രംപിന്റെ ഈ പോസ്റ്റ് വരുന്നതിന് മുൻപ് തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടേത് അമിത ആവശ്യങ്ങളാണ് എന്നതാണ്